അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ എവരിവൺ, നമ്മൾ നമ്മുടെ മാജിക്കൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 32ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ചോദ്യമാണ് പഠിച്ചിരുന്നത്. നീ വരുന്നില്ലേ, നീ വരാറില്ലേ എന്നൊക്കെ പറയാൻ അതെങ്ങനെയാണ് പറയേണ്ടത് എന്നാണ് പഠിച്ചിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മഴ പെയ്യാറില്ലേ, മഴ പെയ്യുന്നില്ലേ എന്നൊക്കെ എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡസിൻറ്റ് എന്ന ആ ഒരു ഓക്സിലറി വിത്ത് നോട്ട് ചേർക്കുക, ഡസിൻറ്റ്. അതിനുശേഷം സബ്ജക്റ്റ് ഏതോ അത് കൊടുക്കുക. ഇവിടെ സബ്ജക്റ്റ് എല്ലാ ഏകവചനങ്ങളുമാണ് ചേർക്കേണ്ടത്, ഐ യു ഒഴികെ. അപ്പോൾ ഐ യു ഒഴികെയുള്ള ഏത് ഏകവചനവും നമുക്കിവിടെ സബ്ജക്റ്റായി ചേർക്കാം. പിന്നീട് വെർബിൻ്റെ ബേസിക് ഫോം ഓഫ് വെർബ് മാത്രം ചേർത്ത് നമുക്കതിൻ്റെ ആ ഒരു സെൻറ്റൻസ് പൂർത്തീകരിക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഘടന, വാക്യഘടന ഇതാണ്. ഫസ്റ്റ് ഡസിൻറ്റ് എന്ന് പറയുക, എന്നതിന് ശേഷം ഒരു സബ്ജക്റ്റ് കൊടുക്കുക, ഐ യു ഒഴികെയുള്ളത്. മൂന്നാമത് വെർബിൻ്റെ ഒരു അടിസ്ഥാന രൂപം കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ മഴ പെയ്യുന്നില്ല എന്ന് ചോദിക്കാൻ ഡസിൻറ്റ് ഇറ്റ് റൈൻ, ഡസിൻറ്റ് ഫസ്റ്റ് കൊടുത്തു, ഇറ്റ് എന്നുള്ള സബ്ജക്റ്റ്. മഴ പെയ്യുക എന്ന് പറയുന്നിടത്ത് അത് പരാമർശിക്കുന്നിടത്തുള്ള സബ്ജക്റ്റ് കോമൺ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇറ്റാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇറ്റ് അവിടെ കൊടുത്തു സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത്. അതിനുശേഷം റൈൻ എന്ന വെർബ് ചേർത്ത് കൊടുത്തു. അപ്പോൾ മഴ പെയ്യുന്നില്ലേ, ഡസിൻറ്റ് ഇറ്റ് റൈൻ, മഴ പെയ്യുന്നില്ലേ. മഞ്ഞ് പെയ്യാറില്ലേ എന്നാണെങ്കിലോ ഡസിൻറ്റ് ഇറ്റ് സ്നോ, മഞ്ഞ് പെയ്യാറില്ലേ എന്ന് അർത്ഥം നമുക്ക് കിട്ടും. അതും ഇതുപോലെയുള്ളൊരു വാചകമാണ്. അവൻ വരാറില്ലേ, ഡസിൻ ഹി കം, ഡസിൻ ഹി കം ഫ്രം ബാംഗ്ലൂർ, അവൻ ബാംഗ്ലൂരിൽ നിന്ന് വരാറില്ലേ. നിൻ്റെ പിതാവ്, നിൻ്റെ ഫാദർ ദുബായിൽ നിന്ന് വരാറില്ലേ, ഡസിൻറ്റ് യുവർ ഫാദർ കം ഫ്രം ദുബായ്. ഇവിടെ ദുബായിൽ നിന്ന് എന്നതിന് ഫ്രം ദുബായ് എന്ന് ചേർത്ത് കൊടുത്തു. ഇൽ നിന്ന് എന്നതിന് ഫ്രം എന്നാണ്. അൻസഫ് ബാംഗ്ലൂരിൽ നിന്ന് വരാറില്ലേ, ഡസിൻ അൻസഫ് കം ഫ്രം ബാംഗ്ലൂർ. ഫസ്റ്റ് ഡസിൻറ്റ് എന്ന് ചേർത്ത് കൊടുത്തു, അതിനുശേഷം ഒരു പേര് അൻസഫ് എന്നൊരു പേര് ചേർത്ത് കൊടുത്തു, സബ്ജക്റ്റ്. മൂന്നാമത് വെർബ് കം എന്നുള്ളത് നമ്മൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ ആ ആൾ വരാറില്ലേ, വരുന്നില്ലേ എന്നുള്ള അർത്ഥമാണ് നമുക്ക് കിട്ടുന്നത്. ഏതാനും ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഡസിൻ ഹി ഗോ ദർ, അവൻ അവിടെ പോകാറില്ലേ. അവൾ അത് പഠിക്കാറില്ലേ, ഡസിൻ ഷീ സ്റ്റഡി ദാറ്റ്. യൂസുഫ് നന്നായി പഠിക്കാറില്ലേ, എങ്ങനെ പറയും, ഡസിൻ യൂസുഫ് സ്റ്റഡി വെൽ, അങ്ങനെയാണത് പറയേണ്ടത്. സൽമാൻ നന്നായി ഓതാറില്ലേ, ഡസിൻ സൽമാൻ റിസൈറ്റ് വെൽ. റിസൈറ്റ് എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യുക എന്നാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങളെ ഓതുന്നതിന്, വായിക്കുന്നതിന് റിസൈറ്റ് എന്ന വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഡസിൻ എന്ന് ചേർത്ത് കൊടുത്തു, അതിനുശേഷം നമ്മളൊരു സബ്ജക്റ്റ് കൊടുത്തു, സൽമാൻ എന്നൊരു പേര്. അതിനുശേഷം റിസൈറ്റ്, പാരായണം ചെയ്യുക എന്നതിനുള്ള വെർബ് ചേർത്ത് കൊടുത്തു. അതാണ് നമ്മളവിടെ ചേർത്ത കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് മന്ത്രി അല്ലെങ്കിൽ ടീച്ചർ, പ്രിൻസിപ്പൽ, അതുപോലെയുള്ള സ്ഥാനപ്പേരുകളോ ബ്രദർ, സിസ്റ്റർ, ഫാദർ, മദർ, സൺ എന്നിങ്ങനെയുള്ള ഏതെങ്കിലും വാക്കുകളൊക്കെ ഇവിടെയാണ് നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് ഈ ഒരു വാക്യഘടനയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം അതൊക്കെ ഏകവചനങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞ സബ്ജക്റ്റുകളാകാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളെയും ഏകവചനങ്ങളായതുകൊണ്ട് അതും നമുക്ക് ഈ വാക്യഘടനയിലാണ് പറയേണ്ടത്. നിൻ്റെ ഉമ്മ സ്നാക്കുകൾ ഉണ്ടാക്കാറില്ലേ, ഡസിൻ യുവർ മദർ മേക്ക് സ്നാക്സ്. ഡസിൻ യുവർ മദർ, ഇവിടെ യുവർ മദർ എന്നുള്ളതിലെ നിങ്ങളുടെ മാതാവ് എന്നതാണ് സബ്ജക്റ്റ്. അതുകൊണ്ട് അത് ഏകവചനം തന്നെയാണ്. യു എന്നത് ബഹുവചനത്തിൻ്റെ കൂടെയാണ് പരിഗണിക്കപ്പെടാറുള്ളത് എങ്കിലും ഇവിടെ യുവർ മദറാണ് സബ്ജക്റ്റ്, അത് നിങ്ങളുടെ മാതാവ് എന്നർത്ഥം. അതിലെ സബ്ജക്റ്റ് ഏകവചനം തന്നെയാണ്. അതുകൊണ്ട് ഈ വാക്യഘടനയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഡസിൻ യുവർ മദർ മേക്ക് സ്നാക്സ്, നിങ്ങളുടെ മാതാവ് സ്നാക്കുകൾ ഉണ്ടാക്കാറില്ലേ എന്നത് നമുക്ക് ഈ ഒരു സെൻറ്റൻസിലൂടെ നമുക്ക് പറയാൻ കഴിയും. അതുപോലെ മറ്റു വസ്തുക്കൾ, അതും നമുക്കിവിടെ ഏകവചനമായിട്ടുള്ള സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് ഡസിൻ ട്രെയിൻ സ്റ്റോപ്പ് ഹിയർ, ട്രെയിൻ ഇവിടെ നിർത്താറില്ലേ, നിർത്തുന്നില്ലേ. ആ ട്രെയിൻ ഇവിടെ നിർത്താറില്ലേ.
ഡസിൻ ദാറ്റ് ട്രെയിൻ സ്റ്റോപ്പ് ഹിയർ? ആ ട്രെയിൻ ഇവിടെ നിർത്താറില്ലേ? ബസ് ഇവിടെ നിർത്താറില്ലേ? എങ്ങനെ ചോദിക്കും? ഡസിൻ ബസ് സ്റ്റോപ്പ് ഹിയർ? ഇങ്ങനെയാണ് നമുക്ക് ഈ സെൻറ്റൻസുകളെ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡസിൻറ്റ് എന്ന് ഉപയോഗിക്കുക. അതിനുശേഷം ഏകവചനം ഐ ഒഴികെയുള്ള ഏകവചനം സബ്ജക്റ്റ് ഏതാണെങ്കിൽ അത് ഉപയോഗിക്കുക. പേരോ നേരത്തെ ഈ പറഞ്ഞതുപോലെയുള്ള ഏതെല്ലാം തരത്തിലുള്ള ഏകവചനങ്ങൾ ഐ ഒഴികെയുള്ളതുണ്ടോ അതെല്ലാം സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം ആവശ്യമായ വെർബ് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഡസിൻ ട്രെയിൻ സ്റ്റോപ്പ് ഹിയർ? ട്രെയിൻ ഇവിടെ നിർത്തുന്നില്ലേ? നിർത്തുന്നില്ലേ എന്നുള്ള അർത്ഥവും നിർത്താറില്ലേ എന്നും, അതായത് ചെയ്യുന്നില്ലേ ചെയ്യാറില്ലേ എന്നീ അർത്ഥങ്ങൾ കിട്ടുവാൻ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്യഘടനയാണ് ഡസിൻ പ്ലസ് സബ്ജക്റ്റ് ഐ ഒഴികെയുള്ള ഏകവചനം, അതിനുശേഷം വെർബിൻ്റെ ബേസിക് ഫോം. ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്നില്ലേ, ചെയ്യാറില്ലേ എന്നീ അർത്ഥത്തിലുള്ള ചോദ്യങ്ങളെ ചോദിക്കാൻ കഴിയുന്നതാണ്. ഡസിൻ സന കം ഹിയർ? സന ഇവിടെ വരാറില്ലേ? ഡസിൻ മുസ്തഫ സ്റ്റഡി ദാറ്റ്? മുസ്തഫ അത് പഠിക്കാറില്ലേ? ഡസിൻ ഷെഫി ഗോ ദർ? ഷെഫി അവിടെ പോകാറില്ലേ? ഏതാനും ചില പേരുകളുടെ ഉദാഹരണം നമ്മൾ കാണിച്ചു എന്ന് മാത്രം. ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ധാരാളം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഇത് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക. ഈ പാഠം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലുവൻ്റായി ഇതിനെ സംസാരിക്കാനും ശീലിക്കാനും സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഈ വാക്യഘടന മറന്നു പോകരുത്. ഡസിൻ എന്ന് ആദ്യം ഉപയോഗിക്കുക, ദെൻ സബ്ജക്റ്റ് ഉപയോഗിക്കുക, ഏകവചനം ഐ ഒഴികെയുള്ളത്, അതിനുശേഷം വെർബ് ഉപയോഗിക്കുക. പിന്നീട് ആവശ്യാനുസരണമുള്ള വാക്കുകളെ നമുക്ക് ആവശ്യാനുസരണം ചേർക്കുകയും ചെയ്യാം. ഇതോടെ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം.